അതെന്താടാ സന്തോഷമുള്ള കാര്യം? നീ എല്ലാ പെങ്ങന്മാരുടെ വീട്ടിലും പോയിട്ട് ഓരോരോ ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞിട്ട് വന്നതാ? എടാ, എത്ര നേരം നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്? ഒന്നിടത്ത് സംസാരിക്കേ, എന്നല്ലേ കാര്യങ്ങൾ മനസ്സിലാവും. ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചോന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത ആൾക്കാരാ. പിന്നെ എന്തിനാ ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നത്? അത് കട്ട് ചെയ്തേക്ക്. ആരോടും എനിക്ക് ഒന്നും സംസാരിക്കാനില്ല. എടാ, അതൊന്നും നീ നോക്കണ്ട. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. എന്താ പിന്നെ വിളിക്കുന്നുണ്ട്, നീ സംസാരിക്കും. ആ, അതില്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ. മറ്റുള്ളവർക്ക് നമ്മളോട് എന്തും ചെയ്യാം, പക്ഷെ നമ്മൾ അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ എന്നെ ആക്കി മാറ്റി. അതുകൊണ്ട് എത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത്. ഇപ്പൊ അതിന്റെ പേരിലൊരു പ്രശ്നം വേണ്ട ഇവിടെ. എന്താ അമ്മേ? അത് പറയാൻ വേണ്ടി വിളിച്ചതാണോ? ഞാൻ കുറച്ച് തിരക്കില്ല, വിളിക്കാം. എന്താണ് പറഞ്ഞു കിട്ടുന്നത്? എന്റെ ആങ്ങളെന്റെ വീട്ടിന്റെ പാല് കാച്ചിലാണ്. അവനെ വിളിക്കാൻ മറന്നുപോയിന്ന്. പിന്നെ അമ്മയ്ക്ക് മനസ്സിലാക്കാണ്ട് വിളിച്ചാണ്. എന്നാൽ അവനെന്താ അങ്ങനെ ചെയ്ത്? ലൈഫിൽ വലിയൊരു കാര്യം നടന്നല്ലേ? അതിന് സ്വന്തം പെങ്ങളായി നിന്നോട് പറയുന്നത് മര്യാദ പോലും കാണിച്ചില്ല അവൻ. അവൻ എന്തിനു നമ്മളോട് മര്യാദ കാണിക്കണം? നമുക്ക് സ്വന്തം എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? താമസിക്കുന്നത് വാടക വീട്ടിൽ, കടകളാണെങ്കിൽ ഇഷ്ടം പോലെ. മര്യാദ കാണിക്കണം. നമ്മളവിടെ കയറി ചെന്ന് അവൻ ഇഷ്ടപ്പെടും. സ്വന്തം പെങ്ങളാന്ന് പറയാൻ പോലും അവന് മടിയാ. അമ്മയ്ക്ക് പോലും വേണ്ട, പിന്നെയാണ് ആങ്ങളയ്ക്ക്. നീ വിഷമിക്കാണ്ടിരിക്കണം. ഇനി പറഞ്ഞെന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇല്ല, ഞാൻ വിഷമിക്കുന്നില്ല. സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും നടക്കാം. അതിനുള്ള കാരണങ്ങളാണല്ലോ എന്റെ ഭർത്താവ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. എത്ര അഭിമാനത്തോടു കൂടിയാണല്ലോ ഞാൻ എല്ലാവരും മുമ്പിൽ നടന്നത്. ഇപ്പൊ ആർക്കും നമ്മളെ വേണ്ട. ഒരാൾക്കും പേരില്ലാത്ത രണ്ടുപേർ. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളാ. എടാ, അതിന് ഞാൻ ആരെയും പറ്റിച്ചിട്ടൊന്നുമില്ല. എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ അറിഞ്ഞോ? അത് തന്നെയാ ഞാൻ പറഞ്ഞത്. നിങ്ങളെ പോലത്തെ ഭർത്താക്കന്മാരെ ഭാര്യമാർക്ക് ജീവിതകാലം മുഴുവൻ കണ്ണീരും കൈയായിട്ട് കഴിയാനായിരിക്കും വിധി. നമ്മുടെ ഈ കഷ്ടപ്പാടും സങ്കടമൊക്കെ നമ്മുടെ മക്കളും കൂടെ അനുഭവിക്കേണ്ടി വരും. ഞാൻ കാരണം നിനക്ക് കരയാൻ മാത്രമേ നേരല്ലോ അല്ലേ? ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ടോ എന്റെ ലൈഫിലേക്ക് വരണ്ടായിരുന്നു? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പെട്ടുപോയില്ലേ. വളരെ നല്ല മനുഷ്യനാണ്, കുടുംബസ്നേഹിയാണ്, നല്ല മനസ്സുള്ളവനാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ നല്ല മനസ്സുകാരനെ നമ്മുടെ കുട്ടികളാണ് കഷ്ടപ്പെടാൻ പോകുന്നത്. ഈ കാര്യം എനിക്ക് അന്ന് അറിയില്ലായിരുന്നല്ലോ. അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതല്ലേ? നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്ത് മുഴുവൻ ശരിയാ. എല്ലാം സംഭവിച്ചു പോയതാണ്. ജീവിക്കാൻ അറിയാത്ത മനുഷ്യന്മാരെ ലാസ്റ്റ് പറയുന്ന വാക്കാണിത്. ഞാനൊരു തെറ്റും ചെയ്തിട്ട് എല്ലാം സംഭവിച്ചു പോയതാണ്, വിധിയാണെന്ന്. ഇവിടെ നമുക്കായിട്ട് ഒന്നുമില്ല. ഈ കാണുന്ന കുറച്ച് സ്റ്റീൽ പാത്രങ്ങളേ ഉള്ളൂ. കിടക്കാൻ ഒരു കട്ടില് പോലും. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുക്ക്. ഇത് വായിലൊന്നും ഇടാൻ പാടില്ല കേട്ടോ. ഞാൻ പിടിച്ചു കളിച്ചു. ചേട്ടാ, അങ്ങനെ നിന്നെ 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 കുഞ്ഞ് നിന്നെ കാണട്ടെ. അമ്മമ്മ ഒന്ന് കാണട്ടെ. അങ്ങനെ അമ്മ, ഞാൻ അമ്മേന്റെ ഫോൺ റീചാർജ് ചെയ്തിട്ടുണ്ടേ. ചെയ്തോ? പിന്നെ മോനെ പോകുമ്പോഴേ കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കുക. അവള് ജോലി കഴിഞ്ഞ് വരാൻ സമയമായിണ്ടാവും. അവള് രാവിലെ ഇവിടെ കൊണ്ട് കുട്ടീനെ വിടുമ്പോഴേ അവളെ കുഞ്ഞിന്റെ വള പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ടേ. നമ്മൾ അര പവന്റെ വളയിലിട്ട് കൊടുത്ത് 2 കൂടി 1 പവനല്ലേ ഉള്ളൂ. ഒത്തിരി ഒന്ന് ചളങ്ങിയിട്ടുണ്ട്. അത് മതി അവളെ അമ്മായിമ്മയ്ക്കോ അവനോ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു അരയോ 3/4 പവനോ കൂട്ടിയിട്ട് ഒരു 1.25 2 പവന്റെ വളയാക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കുക. ഇന്ന് തന്നെ ചെയ്തോ.
അമ്മേ, ഈ വളയും ചെയിനൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ട് കുറച്ചല്ലായല്ലോ. അത് മാത്രമല്ല, 2 പവന്റെ വളയൊക്കെ കുഞ്ഞിടുവോ? അതിനെന്തിനു ഇട്ട് നടക്കണ്? കുട്ടികൾ ആരെങ്കിലും ഇട്ട് നടക്കുവോ? പെൺകുട്ടിയല്ലടാ. ഇല്ലെങ്കിലും മാമന്മാരെന്നെ അതൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടത്. സുലോചന്റെ മോളെ കുട്ടിക്ക് മാമന്റെ വകാന്നും പറഞ്ഞിട്ട് ആ രാജേഷ് എന്തൊക്കെയാന്നറിയോ വാങ്ങിക്കൊടുത്തത്? 5-8 പവന്റെ സ്വർണ്ണം ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോ നമ്മൾ ആ കൊടുത്ത് വെറും 3.5 പവൻ. നീ തൽക്കാലം വേറെ ഒന്നും ആലോചിക്കണ്ട. എങ്ങനെയും കുറച്ച് കൂട്ടിയിട്ടേ അതങ്ങ് കൊണ്ട് കൊടുക്കാൻ നോക്കുന്ന വൈകുന്നേരം തന്നെ. അതിനിപ്പോ എന്താ, ഞാൻ വാങ്ങിക്കോളാം. എന്നാ നീ വാങ്ങാൻ നോക്ക്. വാങ്ങുമ്പോ കുറച്ച് കനത്തിൽ നോക്കി വാങ്ങിക്കോട്ടോ. ചെറുതായി പോണ്ട. എന്നിട്ട് വേണം, കനം കുറഞ്ഞതാണ് അവിടുന്ന് തന്നത് അതുകൊണ്ടാ പൊട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് 100 കുറ്റം പറയാൻ വേണ്ടിയിട്ട്. അരുണ മോളെ, എന്താന്നറിയോ വിളിച്ചത്? കല്യാണത്തിന്റെ കാര്യങ്ങളെ അത് നമ്മളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ അവര് 35 വേണമെന്നൊക്കെയാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല, കൊടുത്താലും നല്ല തറവാട്ടുകാരാ. എനിക്കിപ്പോ 40 തന്നത്. പക്ഷെ സ്വർണത്തിന്റെ വില വെച്ച് നോക്കുമ്പോ നോക്കട്ടെ, ഒരു 39.5 പവനെങ്കിലും നമുക്ക് ആക്കി കൊടുക്കാം. അപ്പൊ ഞങ്ങളിന്ന് വാക്ക് പറയും കേട്ടോ. ആയിക്കോട്ടെ. എന്നാ നീ അവനോടും കൂടി പറ. അല്ലെങ്കിൽ ദിനു അവനെ വിളിച്ച് പറയും. അപ്പൊ എല്ലാവർക്കും സമ്മതമല്ലേ? 39.5. സ്ത്രീധനം അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അപ്പൊ എന്താ വെച്ചാല് ചെയ്യാം. ആയിക്കോട്ടെ. അമ്മ എന്തിനാ ഈ കാര്യം ഇപ്പൊ തന്നെ അരുണേനെ വിളിച്ച് പറയുന്നത്? നമുക്കൊന്ന് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് പറഞ്ഞ പോരായിരുന്നോ? അപ്പൊ ഞാൻ വിചാരിക്കുന്നത് വേറൊന്നുമല്ല, ഈ സ്വർണം ചോദിച്ചു വാങ്ങുന്ന ആൾക്കാരുടെ വീട്ടിലേക്ക് അവളെ കല്യാണം കഴിച്ച് വിടണമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവന് അത്രമാത്രം വലിയ ജോലി വേണം. ഇതിപ്പോ അതുമില്ല. എടാ, ഇതിലിപ്പൊ അതിന് മാത്രം ആലോചിക്കാനും പിടിക്കാനും ഒന്നുമില്ല. 35 പവൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയ പൈസയൊന്നും ആകുമൊന്നുമില്ല. അതൊക്കെ കോമൺ തന്നെയാണ്. ഒന്നാമത് നല്ല തറവാട്ടുകാരാണ്. അത് നോക്കിയാ പോരെ. ചെക്കന് ജോലി, ചെക്കന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട. പെണ്ണിനും ചെക്കനും നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ട് രാവിലെ തുടങ്ങിയതാ അവൻ വിളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഫുൾ ടൈം ഫോണിൽ തന്നെ. ഇനിയിപ്പോ നമ്മള് വേണ്ടാന്ന് പറഞ്ഞാലും അവള് സമ്മതിക്കില്ല. അവൾക്ക് ഇഷ്ടമായെന്നാണ് പറയുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇത്രയും വലിയ പൈസ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാലേ അത് വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. അല്ലെ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ? ഈ വർഷം ഇങ്ങനെ പോട്ടെ നിൽക്കാം. അടുത്ത വരവിന് ഞാൻ വന്നിട്ട് കല്യാണം നടത്താം. അതാ പിന്നെ എനിക്കൊരു സാവകാശം കിട്ടും. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? പെണ്ണിനെ അത്രയും കാലം ഇവിടെ തന്നെ ഇരുത്താനാ? നീ വന്നിട്ടേ ഉള്ളൂ. ലീവ് കഴിഞ്ഞ് പോണേ തന്നെ ഇനിയുണ്ട് 1 മാസം. പോയി പിന്നെ അവിടെ 1-1.5 വർഷം പണിയെടുത്ത് പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും അതൊന്നും ശരിയാവില്ല. പൈസനെ കുറിച്ചാണ് നിന്റെ ടെൻഷൻ എങ്കിലേ ആ ടെൻഷൻ അങ്ങോട്ട് മാറ്റ്. അതിനൊക്കെ വഴി ഉണ്ടാവും. എന്ത് വഴി ഉണ്ടാവും അമ്മ പറയുന്നത്? ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് വേണ്ടേ ഈ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നടത്താൻ? ഇപ്പൊ തന്നെ അനുവിന്റെ പ്രസവം കഴിഞ്ഞ് കുഞ്ഞിന് 28 കഴിഞ്ഞപ്പോഴത്തേനും എത്ര രൂപ കടായെന്നറിയോ? ഈ സമയത്ത് 10-39 പവൻ സ്വർണ്ണം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പൈസ മതിയോ? അതിനൊക്കെ ഒരുപാട് പൈസ വേണ്ടേ? ഇനിയിപ്പോ ആരോടെങ്കിലും കടമായിട്ട് വേണം അത് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് ഓവർ ടൈം വർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു 1-1.5 വർഷത്തിനുള്ളിൽ എനിക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല. എങ്ങനെ നോക്കിയാലും കല്യാണത്തിന് എത്താൻ പറ്റില്ല. എടാ, അതിന് നീ കല്യാണത്തിന് വരണമെന്ന് ആര് പറഞ്ഞു? പൈസ അയച്ചു തന്നാ മതി. ഇവിടെ കല്യാണം നടത്താൻ അളിയന്മാരൊക്കെ ഇല്ലേ? അല്ലാണ്ട് നീ ഒറ്റയ്ക്കാ? എല്ലാവരും കൂടി നിന്നെ ഒറ്റയാക്കോ? പിന്നെ ഈ പൈസ കടം വാങ്ങുന്നത് ഇവിടുത്തെ കൂട്ടുകാരന്മാരോട് വേണ്ട. ഇവന്മാര് പലിശയൊക്കെ ചോദിക്കുക. അതൊക്കെ പാടാ കൊടുക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇവിടെ വന്ന് ചിലപ്പോൾ ശല്യം ചെയ്യും കിട്ടിയില്ലെങ്കിൽ. നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരന്മാരുണ്ടാവില്ലേ? അവർക്കാണെങ്കിൽ നാട്ടിലെ പ്രാരാബ്ദങ്ങൾ പറഞ്ഞാൽ നല്ലപോലെ മനസ്സിലാവും. അപ്പൊ അവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ കടമൊക്കെ വാങ്ങി 1.5 വർഷം 2, 2.5, 3 വർഷം നീ അവിടെ നിക്ക്. അപ്പോഴത്തേക്ക് ഇവിടെ പെണ്ണിന്റെ പ്രസവം ആകും. പിന്നെ കുഞ്ഞിന്റെ 28-ന് വന്നാ മതി. നമുക്കൊരു സന്തോഷമാകില്ലേടാ പുതിയൊരു കുഞ്ഞിനെയൊക്കെ വന്ന് കാണുമ്പോ? എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു വലിയ ചെലവുണ്ടോ വരാൻ പോകുന്നത്? കല്യാണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണം വാങ്ങൽ മാത്രമാണോ? വേറെ എന്തൊക്കെയുണ്ട്? പന്തല്, പിന്നെ പാർട്ടി, ഫുഡ്, പിന്നെ ഡ്രസ്സ് വാങ്ങണം. അങ്ങനെ ഒരുപാടില്ലേ? ഇതൊക്കെ കൂടെ ആലോചിച്ചിട്ടാണ് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടാത്തത്. കഴിഞ്ഞില്ലേടാ, ഇതിപ്പോ ഒന്നും കൂടിയല്ലേ ഉള്ളൂ. ആ 2 അയച്ചു വിട്ട പോലെ ഇതിനെ അയച്ചു വിടണ്ടേ? നിന്റെ പെങ്ങളല്ലടാ, അല്ലെങ്കിൽ നിനക്ക് തന്നെയല്ലേ നാണക്കേട്. ഇതാ പിന്നെ നോക്ക്, ഈ പൈസ ചെലവാകുന്നതിനെ കുറിച്ചും കടത്തിനെ കുറിച്ചും ഓർത്ത് നീ ടെൻഷൻ അടിക്കേ വേണ്ട. ഇവിടെ സ്ഥലമില്ലേ? അതിന്റെ പേരിൽ എഴുതുന്നാ പോരെ. എത്ര വില കിട്ടുന്ന അറിയോ ഇനി അങ്ങോട്ട്? ഇത്രയും വലിയ പൈസ കടം വാങ്ങാൻ നമുക്ക് കുറച്ച് റിസ്ക് ഉള്ള പണിയാ. നമുക്ക് തൽക്കാലം കുറച്ച് സ്ഥലം വിറ്റാലോ? വേണ്ട മോനെ, ആ സ്ഥലമൊന്നും വിറ്റിട്ട് വെറുതെ 20-30 ഒക്കെ ആയിരിക്കും ഇപ്പൊ കിട്ടുക.
പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോഴേ നിനക്ക് ഒരു കല്യാണം കഴിഞ്ഞ 2-3 പിള്ളേരൊക്കെ ആവുമ്പോ നിനക്കത് ഉപകാരമായിരിക്കും. അപ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് വിലയാകും സ്ഥലത്തിന്. ഇപ്പൊ ചെലവാക്കുന്ന ലക്ഷങ്ങൾക്ക് ഇരട്ടി പൈസയാണ് നിനക്ക് പിന്നെ കിട്ടാൻ പോകുന്നത്. കുറെ ലക്ഷങ്ങൾ കിട്ടാനോ സ്ഥലത്തിന് വേണ്ടിയിട്ടല്ലമ്മേ. എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു. എന്നാലും അമ്മ വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്നാ പിന്നെ മോനൊന്ന് വിളിച്ച് പറയാൻ നോക്ക, അവരും കാത്തിരിക്കായിരിക്കും. ഞാൻ വിളിച്ച് സംസാരിക്കാം. ഡീ വന്നെന്തെങ്കിലും കഴിക്കേ. രാവിലെ തുടങ്ങിയതാ ഫോണില്. മെലിഞ്ഞു ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ചെക്കന് ഇഷ്ടപ്പെടില്ല. വാ. ആ മോനെ, നീ ജോലി കഴിഞ്ഞ് റൂമിലേക്ക് വന്നോ? ആ, ഇതിപ്പോ ഈ ആഴ്ച തന്നെ അഡ്മിറ്റ് ആകേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞു. നോർമൽ ആകില്ല അത്രേ, സിസേറിയനാണ് ചാൻസ് കൂടുതലെന്ന്. അപ്പൊ നീ ഒരു 1.5 ലക്ഷം രൂപയെ ഒന്ന് എന്റെ അക്കൗണ്ടിലേക്ക് അയക്കണം. വേണ്ട വേണ്ട, നീ തിരക്കിട്ട് വരാൻ നിൽക്കൊന്നും വേണ്ട. ഇതിപ്പോ അത് കഴിഞ്ഞാൽ ഒരു 5-6 മാസം അവൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. നല്ല ചെലവുണ്ട്. അമ്മന്റെയും കുട്ടിന്റെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനും കുറച്ച് പൈസയൊക്കെ അയച്ചു തരേണ്ടി വരും. തൽക്കാലം അതും കഴിഞ്ഞൊരു എന്തായാലും ഒരു വർഷമൊക്കെ കഴിയട്ടെ, എന്നിട്ട് നീ ഇങ്ങോട്ട് വന്നാ മതി. അപ്പോഴത്തേക്കല്ലേ കുട്ടിക്ക് മനസ്സിലാവും മാമനാണ് എന്നൊക്കെ. അല്ല പിന്നെ വന്ന് കണ്ട അപ്പൊ തന്നെ പോകേണ്ടി വരില്ലേ. ആ, എന്നാ പൈസന്റെ കാര്യം മറക്കണ്ട കേട്ടോ. മനസ്സമാധാനം ഇല്ല, സിസേറിയനും കൂടിയാണെന്ന് പറഞ്ഞപ്പോഴേ. ശരി, ഞാൻ മോളെ എടുത്ത് പോട്ടെ. ആ, നിനക്ക് അവളെയും കൂട്ടിയിട്ട് വന്നാ പോരായിരുന്നോ? ഇതിപ്പോ നോക്ക്, ഒരു ലോഡ് തുണികൾ ഇവിടെ ഉണക്കാനിട്ടിട്ട് പോയിട്ടുണ്ട്. നീ ഇത് മുഴുവൻ ഉണക്കി മടക്കി വെച്ചിട്ട് വേണം മെഷീനിലിട്ട് തുണികൾ എടുത്ത് ഇവിടെ കൊണ്ടിടാൻ. ഇതൊക്കെ എന്നെ കൊണ്ട് ഒറ്റയ്ക്കാവും. അമ്മേ, ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോഴല്ലേ അവൾക്ക് കുറച്ച് ദിവസം അവള് വീട്ടിൽ ചെന്ന് നിൽക്കാൻ പറ്റുക. ഞാൻ തന്നെ അവളോട് പറഞ്ഞേ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന്. ആ, ഇതാ അപ്പൊ നല്ല കഥയായത്. അവളെന്താ നിന്നോട് പറഞ്ഞേ? ഞാനിവിടെ ഫുൾ ടൈം പണിയെടുപ്പിക്കുകയാണ്, അവളെ വീട്ടിൽ പോകാൻ സമ്മതിക്കുന്നില്ല എന്നാ? അവക്ക് ഇഷ്ടല്ലടാ അവിടെ പോവാൻ. അപ്പൊ പിന്നെ ഞാനും പറയും, എന്നാ പിന്നെ പോണ്ടാന്ന്, ഇവിടെ നിന്നോ, ഇവിടെ ഒരാളായില്ലേ. ഇനിയിപ്പോ എന്തായാലും പോയത് പോയില്ലേ, ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞിട്ട് വരട്ടെ. ആ, അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് ബന്ധം വേണ്ടേ, സഹായത്തിന്റെ ആള് വേണം. അതിനല്ല ഞാനിവിടെ ഉള്ളത്. ഇതൊന്നും ഉണങ്ങിയിട്ടില്ലമ്മേ. ഇതൊക്കെ ഉണങ്ങിയിട്ടേ വൈകുന്നേരം ഞാൻ തന്നെ എടുത്ത് മടക്കി വെച്ചോളാം. ആ, എന്നാ പിന്നെ നീ എന്തെങ്കിലും ചെയ്യേ. ഇത് നോക്കടാ, കൊതുക് കടിച്ചിട്ട് ഇവിടെ നിക്കാൻ പറ്റുന്നില്ല. ആ മോനെ, വേറൊരു കാര്യം കൂടി ഉണ്ട്. 2 ദിവസം മുമ്പേ രമ്യ മോളെയും കൂട്ടിയിട്ട് കുഞ്ഞിന് വാക്സിൻ എടുക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ നേഴ്സ് ഇല്ലേ, ആ പെണ്ണുങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ളവർ എന്റെ കയ്യിൽ ഭയങ്കരമായിട്ട് നോക്കുക. ഗൾഫുകാരന്റെ അമ്മ എന്താ ചെറിയ വളയിട്ടിട്ട് വരുന്നതെന്നുള്ള രീതിയിലാണ് അവർ നോക്കുന്നത്. ഞാനും വിചാരിച്ചു കുറച്ചായിട്ട് മാറ്റണമെന്ന്. നിനക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, കുഴപ്പമൊന്നുമില്ല അല്ലേ മോനെ? മാറ്റിയെടുക്കാനല്ലേ, അതിന് ചെറിയൊരു പണിക്കൂലി കൊടുത്താൽ പോരമ്മേ, അത് നമുക്ക് ചെയ്യാം. അല്ല, മാറ്റിയെടുക്കേണ്ട കാര്യമല്ല മോനെ, ഇതിപ്പോ വളരെ ചെറുതാ. ഇതിട്ട് നടന്ന സത്യം പറഞ്ഞ നിനക്ക് തന്നെയാ നാണക്കേട്. മോൻ പൈസയൊന്നും അയച്ചു തരുന്നില്ലേ എന്ന് ചോദിക്കും. പിന്നെ നിന്റെ ഭാര്യന്റെ കയ്യിലാണെങ്കിലും വലിയ വളയല്ലേ ഉള്ളത്. ഇതിപ്പോ അവള് കല്യാണ സമയത്ത് കൊണ്ടുവന്നതാണോ നമ്മൾ വാങ്ങിക്കൊടുത്താണെന്നൊന്നും ആൾക്കാർക്ക് അറിയില്ലല്ലോ. അവരിപ്പോ എന്തൊക്കെയാ പറഞ്ഞു വരുത്തുക. ഞാൻ വിചാരിക്കുന്നതേ, ഇത് രണ്ടും കൂടി കൊടുത്തിട്ട് ഒരു വലിയ വളയാക്കിയിട്ട് കയ്യിലിടുക. പിന്നെ ഒരു 2-2.5 പവന്റെ ഒരു വള എടുത്ത് ഈ കയ്യിലും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാണുന്നവർക്കും കാണാനൊരു ചന്തമായി, നമുക്കൊരു സമാധാനം. എന്തായാലും പൊന്നല്ലേ, നിനക്ക് തന്നെയല്ലേ ആ പൈസ, അല്ലാണ്ട് ഇപ്പൊ നഷ്ടമൊന്നും വരുന്നില്ലല്ലോ. അമ്മ വിചാരിക്കുന്ന പോലെ ഒരുപാട് പൈസ എന്തേലില്ല. ആകെയുള്ളത് ഈ ചെയിന. അമ്മ വേണമെങ്കിലേ ഇത് മാറ്റിയിട്ട് വളയെടുത്തു. എടാ, ഇപ്പോഴൊന്നും വേണ്ട. നീ പോകുന്ന സമയത്തില്ലേ, പോണതിന്റെ തലേ ദിവസം എന്റെ ആ ചെയിൻ തന്നിട്ട് പോയാൽ മതി. നീ ഇപ്പൊ ഇട്ട് നടന്നോ, ഞാൻ അന്നേരം വളയോ എന്തെങ്കിലും എടുത്തോളാം. മഴ പെയ്യുന്നുണ്ട് മോനെ, ഞാൻ ഈ തുണിയൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. നീ അവിടെ പോയിട്ടേ, അവിടെ ഞാൻ മുളക് ഉണങ്ങാനിട്ടുണ്ട്, അതൊന്ന് എടുത്തേക്ക്. നല്ല മഴ പെയ്യുന്നു തോന്നുന്നു, ഞാൻ എടുത്തു വെക്കാം. മക്കളെ, അവൻ വരും. അവൻ ഗൾഫിൽ നിന്ന് എത്തിയിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. ആ, ഇല്ല, അവളൊന്നും ഇവിടെ ഇല്ല.
2 ദിവസം മുമ്പ് അവൻ അവന്റെ ഭാര്യ വീട്ടിലേക്ക് പോയിട്ട് വന്നതാ. ഇപ്പൊ രാവിലെ മുതൽ അരുണ മോള് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, ഏട്ടൻ എന്താ എത്താത്തതെന്ന്. ഞാൻ എന്റെ മോനോട് മിണ്ടിയും പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. ആ ഓ ശരി എന്നാല്. ആ ഓ ഈ ലോകത്ത് കാണാൻ കിട്ടുമോ ഇമാതിരി പെങ്ങന്മാരെ? എന്തമ്മേ അവര് പറയുന്നേ? 2 പെങ്ങന്മാർക്കും പരാതിയോടെ പരാതി. ഏട്ടന് ഞങ്ങളോട് പഴയ സ്നേഹമൊന്നും ഇല്ല, കല്യാണം കഴിഞ്ഞപ്പോ ആളാകെ മാറി, അല്ലെങ്കിൽ ഗൾഫിൽ പോയി വന്നതും അവിടെ എത്തുന്നതെന്നൊക്കെ. കുട്ടികളൊക്കെ അവിടെ കാത്തിരിക്കുകയാണ്, മാമൻ വരും എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞ എനിക്കും വിഷമമുണ്ടമ്മേ. പെങ്ങന്മാരും കുട്ടികളും അമ്മയും പിന്നെ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാരും ഇവിടെ, ഞാൻ മാത്രം ഒറ്റയ്ക്കാ അവിടെ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ, എന്റെ 22ാമത്തെ വയസ്സിൽ ഞാൻ ഇവിടുന്ന് പോയത് ഗൾഫിലേക്ക്. ഇപ്പൊ വയസ്സ് 40, 18 വർഷമായി പുറത്ത്. നമ്മൾ പുറത്ത് പോകുമ്പോഴമ്മേ ഈ കുടുംബം കൂടിയില്ലാത്തതിന്റെ ഒരു വിഷമം ഉണ്ടാവുക. ആ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടേ എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൊണ്ടാ ഞാൻ ഇപ്രാവശ്യം ഇങ്ങോട്ട് വന്നു. സന്തോഷമുള്ള കാര്യം? എന്താടാ സന്തോഷമുള്ള കാര്യം? നീ എല്ലാ പെങ്ങന്മാരുടെ വീട്ടിലും പോയിട്ട് ഓരോരോ ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞിട്ട് വന്നതാ? ലക്ഷങ്ങൾ കൊടുക്കാനൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ലമ്മേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നാട്ടിൽ നിൽക്കാനോ? നാട്ടിൽ നിന്നിട്ട് നീ എന്ത് ചെയ്യാനാ അവിടെ? ഇതാ വെറുതെ എന്തെങ്കിലും പറയാൻ നിൽക്കരുത് കേട്ടോ. ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ അതിന്റെ വില ഒന്ന് വേറെ തന്നെയാ. നാട്ടിൽ നിന്ന് നോക്കണം, അപ്പൊ അറിയാം വിവരം. ഞാനിവിടെ 1 ലക്ഷം 2 ലക്ഷം മാസം ശമ്പളമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളല്ല. 30,000 40,000 രൂപ എന്റെ ശമ്പളം ഉള്ളൂ മാസം. 1 വർഷം അവിടെ വർക്ക് ചെയ്യും. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പെങ്ങളുടെ കല്യാണം, അല്ലെങ്കിൽ കുട്ടീനെ നൂലുകെട്ട്, അവരുടെ പ്രസവം, അത് ഇത്, പിന്നെ അങ്ങോട്ട് പോകും. അവിടെ 1-2 വർഷം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യും. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോഴോ പെങ്ങന്മാരെ ഹൗസ് വാമിങ്, അതിന് ഫ്രിഡ്ജ്, സോഫ, മിക്സി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത സാധനങ്ങളില്ല. അതും അല്ലെങ്കിലോ അമ്മേന്റെ ഓപ്പറേഷൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പൈസ അതിനും പോകും. ഇതിനെ കൂടെ പൈസ ഞാൻ എവിടുന്ന് ഉണ്ടാക്കാനാണ്? അതുകൊണ്ടേ ഞാനൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ തിരിച്ചു പോകുന്നില്ല. ഇവിടെ ഞാൻ പറഞ്ഞ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നിൽക്കാൻ പോവാ. പക്ഷെ അതിനു മുമ്പേ എനിക്ക് കുറെ കടങ്ങൾ തീർക്കാനുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് ആ കടങ്ങളൊക്കെ ഒന്ന് വീട്ടാൻ. പിന്നെ അവളെ ബാക്കി വരുന്ന സ്വർണ്ണല്ലേ, അതെടുത്തിട്ട് എന്റെ ഫ്രണ്ട് ടൗണിൽ ഒരു ഷോപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങിയിട്ട് അവിടെ ഒരു ഫർണിച്ചർ ഷോപ്പ് തുടങ്ങണം. അവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മാസം മാസം കുറച്ച് ബാങ്കിൽ അടച്ചിട്ട് ഒരു 5-6 വർഷത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ ആധാരം തിരിച്ചെടുക്കാം. പിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടല്ലത്. ഇതുകൊണ്ട് അങ്ങനെയെങ്കിലും എനിക്കൊരു ഉപകാരം ഉണ്ടാവട്ടെ. എങ്ങനെ നിനക്ക് ഉപകാരം ഉണ്ടാവട്ടെ എന്ന് ഈ വീട് കൊണ്ട്? എനിക്ക് തോന്നി ബിസിനസ് നീ പറഞ്ഞപ്പോഴേ നീ ഇതിലേക്കാ വരണമെന്ന് എനിക്ക് മനസ്സിലായി. ഈ വീട് നിനക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാ. അത് നമ്മ അങ്ങനെ പറയുന്നത്? അവരെന്ത് പറയാനാ? ഇത് ഞാൻ ഉണ്ടാക്കിയ വീടല്ലേ? എടാ, നീ വീട് കെട്ടിയെന്ന് പറഞ്ഞിട്ട് നിന്റെ പേരിലുള്ള സ്ഥലത്തിലാണോ നീ വീട് കെട്ടിയിരിക്കുന്നത്? സ്ഥലം കിടക്കുന്ന അച്ഛന്റെ പേരിലല്ലേ? നീ മാത്രം ഒറ്റയ്ക്ക് ആധാരം കൊണ്ടുപോയിട്ട് നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാ ബാക്കിയുള്ളവരോട് ഞാൻ എന്ത് പറയും? എല്ലാവരും ഭാഗം ചോദിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ നീ കുടുംബം നോക്കുന്നില്ല എന്നുള്ള പരാതി എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കാനുള്ള എത്ര രൂപയാണോ സ്ഥലമാണെന്ന് വെച്ചാൽ എന്താ കൊടുത്ത് ആ കാര്യങ്ങൾ അങ്ങ് തീർക്ക്. അല്ലാണ്ട് ഇനി ഞാൻ ഗൾഫ് പോകുന്നില്ല, അവിടെ ബിസിനസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുകയുള്ളൂ. ഇനി എന്ത് കൊടുക്കാനുള്ളത്? അവർക്ക് കൊടുക്കേണ്ടതൊക്കെ സമയത്തിനനുസരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? 19 ലക്ഷം രൂപ മുടക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയ വീടാ അത്. അതിൽ 1 രൂപ പോലും നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇനി ഇതൊന്നും ഞാൻ അവർക്ക് എന്ത് ഭാഗം കൊടുക്കാനുള്ളത്? എന്റെ മോനെ, ഈ മണ്ണില്ലേ അത് എല്ലാവർക്കും കൂടി അവകാശപ്പെട്ട മണ്ണാ. അത് നീ ഒറ്റയ്ക്ക് മാത്രം കൊണ്ടുപോയിട്ട് തിന്നാന്ന് വിചാരിച്ച? അപ്പൊ അമ്മ എന്തേ പറഞ്ഞു വരുന്നത്? ഈ വീടും ഇതിരിക്കുന്ന സ്ഥലം എനിക്ക് അവകാശപ്പെട്ടതല്ല എന്നാണോ? അല്ല, അതെങ്ങനെ നിനക്ക് അവകാശപ്പെട്ടതാകും? പിന്നെ ഈ സ്ഥലവും ഈ വീടും എന്റെ പേരിലാണ് വരാൻ പോകുന്നത്. അങ്ങനത്തെ നിയമവും ഉണ്ട്. എന്നെ നിനക്ക് ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. പിന്നെ നിനക്കും മക്കൾക്കും നിന്റെ ഭാര്യയ്ക്കും ഇവിടെ താമസിക്കാം. അതിനൊന്നും ആർക്കും ഒരു വിരോധമില്ല. അത് മാത്രല്ല, ഇത് തറവാടായതുകൊണ്ട് മാത്രമാണ് ഈ പെൺമക്കളൊക്കെ സന്തോഷത്തോടെ ഇവിടെ കയറി വരുന്നത്. നിന്റെ പേരിലാ വീടല്ല, നിന്റെ വീടാണെന്നൊക്കെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റടുത്ത് ഇവിടെ കയറില്ല. പിന്നെതാ ഇങ്ങനെ ഒരു വീടും പറമ്പും ഇവിടെയുള്ള ഒരു ധൈര്യത്തിലാണ് നിന്റെ പെങ്ങന്മാര് അവരെ ഭർത്താക്കന്മാരെ വീട്ടിൽ അന്തസ്സായിട്ട് കഴിയുന്നത്. അവർക്കും വേണ്ടടാ എന്തെങ്കിലും എന്ന് പറയാൻ ഇവിടുന്ന്. പിന്നെതാ നീ ഇപ്പൊ പറഞ്ഞില്ലേ പെങ്ങന്മാർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൊടുത്തുന്ന്. നീ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്തുന്ന്? അവര് നിന്നോട് സ്വർണ്ണോ പൈസ വാങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടില്ല. അല്ല, അവര് ഗൾഫിലേക്ക് വന്നിട്ട് നിന്നോട് പൈസ വാങ്ങിട്ട് വന്നോ? എടാ, നിന്നോട് പൈസ വാങ്ങിയതും നിന്നോട് സ്വർണം വാങ്ങിയതൊക്കെ ഞാനാ. അതിപ്പോ അവരുടെ കല്യാണത്തിനെടുത്തോ പ്രസവത്തിനെടുത്തോ നൂലുകെട്ടിനെടുത്തോ നിനക്കറിയോ? ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവോ? അതുകൊണ്ടേ അവര് വാങ്ങി എന്ന് പറയണ്ട. നിന്നോട് പൈസ വാങ്ങിയത് ഞാനാ.
ഞാനത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം ഒരു 5 സെന്റ് ഞാൻ അവിടെ നിനക്ക് അളന്നിടുകയും ചെയ്യും. അത്ര തന്നെ. ഇനി അതിന്റെ പേരിൽ ഇവിടെ തർക്കം വേണ്ട. പിന്നെ ഈ വീട് കണ്ടിട്ട് നീ സ്വപ്നം മെനയാൻ നിൽക്കണ്ട. ഞാനും എന്റെ പെൺമക്കളും അതിന് സമ്മതിക്കില്ല. ഇതുവരെ തുടങ്ങാത്തൊരു ബിസിനസ്സും സ്വപ്നം കണ്ടിട്ട് അവൻ അതിന്ന് കിട്ടിയ പൈസ കൊണ്ട് ആധാരം എടുത്തരാന്ന്. ഇത്രയും കടത്തിൽ നിൽക്കുന്ന നീ എങ്ങനെ ബിസിനസ് തുടങ്ങിയിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കി ഇതൊക്കെ ചെയ്യാനാ? ഇനി ആധാരം കൊണ്ടേ നീ ഇവിടുന്ന് പോകുന്നതാണെങ്കിൽ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പുറത്തൊരു ഷെൽട്ടർ ഇട്ട് ഞാൻ അവിടെ താമസിക്കും. കാണട്ടെ നാട്ടുകാര് മോന്റെ തൽഗുണങ്ങള്. ആധാരം വാങ്ങാൻ വന്നിരിക്കണ ദിനുവേട്ട, എന്തേലും ഒന്ന് കഴിക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞൊന്നും മനസ്സിൽ വയ്ക്കണ്ട. അപ്പോഴത്തെ ഓരോ വിഷമത്തിന് ഞാൻ പറഞ്ഞു പോയത്. എടാ, നിന്നേക്കാളും വിഷമം എനിക്കുണ്ട്. പക്ഷെ ഞാനിത് ആരോട് ഇത് പറയാം? സ്വന്തം കുടുംബം നിന്നല്ലേ ഇത്രയും വലിയ ചതി പറ്റിയത്. അത് ഓർക്കുമ്പോഴാണ് എന്റെ നെഞ്ച് പെടയുന്നത്. എന്റെ നല്ല സമയം മുഴുവൻ ഞാൻ കുടുംബത്തിന് വേണ്ടി ചെലവാക്കി. കഷ്ടപ്പെട്ട് ചോര നീരാക്കി പണിയെടുത്തത് ഞാൻ. പക്ഷെ കൈ നിന്നാണ്ട് മീൻ പിടിച്ചതൊക്കെ അവർ. ഈ സമയത്ത് സ്വന്തം വീട്ടില് കുഞ്ഞുങ്ങളും നീയുമായിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ കഴിയേണ്ടത്. ആ സമയത്ത് നിങ്ങളെയും കൊണ്ട് ആ വീട്ടിൽ നിന്നിറങ്ങി വേറൊരു വാടക വീട്ടിലേക്ക് വരണ്ടോ? അപ്പൊ ഞാൻ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളും കൂടെ കഷ്ടപ്പെടില്ലേ? അത് ആലോചിക്കുമ്പോഴെനിക്ക് തൽക്കാലേ നമുക്ക് ഷോപ്പ് തുടങ്ങട്ടെ. ഇത് കൊണ്ടുപോയി വിറ്റിട്ട് അതിന്റെ കാര്യങ്ങൾ എന്താ വെച്ചാൽ ചെയ്യാൻ നോക്ക്. അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. ജീവിച്ച് കാണിച്ചു കൊടുക്കട്ടെ.